നമസ്കാരം. വൈബ്രന്റ് ഗുജറാത്ത് എന്ന പരിപാടി രാജ്യം തന്നെ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഗുജറാത്തിൽ മാത്രമല്ല, മറിച്ച് നിക്ഷേപങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഈ ഒരു സമ്മിറ്റിലൂടെ സംഭവിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി UAE പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. വിദേശകാര്യ മന്ത്രിയായ S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുൾപ്പെടെ UAE പ്രസിഡന്റിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനോടൊപ്പം തന്നെ 3 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു റോഡ് ഷോയിൽ കൂടി സുൽത്താൻ പങ്കെടുത്തിട്ടുണ്ട്. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ. മോദി വിമാനത്താവളത്തിൽ വെച്ച് സുൽത്താനെ അഭിവാദ്യം ചെയ്യുന്നതിന്റെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് വിദേശ മന്ത്രാലയം എക്സിൽ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. സൗഹൃദത്തിന്റെ ശക്തമായ ബന്ധങ്ങൾ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്ന ഒരു തലക്കെട്ടോട് കൂടിയാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ്, അതായത് മുഖ്യ അതിഥി തന്നെയാണ്. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് ബിസിനസ് സഹകരണത്തിനും മറ്റും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിനുമുള്ള ആഗോള ഫോറമാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത്. എന്തായാലും ഗുജറാത്ത് എന്ന നാട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേൾക്കുന്ന പഴി ചെറുതല്ല. സംഘികളുടെ നാടാണ്, മോദിയുടെ നാടാണ്, വർഗീയതയുടെ നാടാണ്, അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു സ്വൈര്യ ജീവിതം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേരളത്തിൽ നിന്നുൾപ്പെടെ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. അതേ ഗുജറാത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രത്തിന്റെ തലവൻ എത്തിയിരിക്കുന്നതും അദ്ദേഹം മോദിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് റോഡ് ഷോയിൽ ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുന്നത്. ഗുജറാത്ത് എന്തായാലും മുസ്ലിങ്ങൾക്കൊന്നും ഹറാമല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സുൽത്താൻ അവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് തന്നെ. പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്നും ഗുജറാത്തിനെതിരെയുള്ള വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും തന്നെ ആ സംസ്ഥാനത്തെ ബാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും അധികം ഉയർന്ന ഒരു ഡെവലപ്മെന്റ് റേറ്റ് അല്ലെങ്കിൽ വികസനം വളർച്ചയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.